ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിന്ന് ഇറച്ചിയും പിടിയാണ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഓരോ എന്താ പറയുക, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണം. ഇറച്ചിയും പിടി അല്ലേ, ഓരോ സ്ഥലത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് മാവ് ഒരു 1.5 ഗ്ലാസ് മാവ് എടുത്തു. അതിന് 1.5 ഗ്ലാസ് വെള്ളം ഉപ്പിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ വാട്ടും. തിളച്ച് കഴിഞ്ഞാൽ അത് വാട്ടും. എന്നിട്ട് ഇങ്ങനെ നല്ലോണം കുഴയ്ക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുക. അങ്ങനെ വളരെ ചെറുത്, ഞാൻ ഭയങ്കര ചെറുതാക്കിയിട്ടില്ല, ഒരു മീഡിയം വലുപ്പത്തിലാണ് ഞാൻ ആക്കിയിരിക്കണത്. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കുക. കുറച്ച് ടൈം എടുക്കും. രാവിലെ ആയ കാരണം ചെയ്യണോ വേണ്ടേ എന്നിങ്ങനെ വിചാരിച്ചു. ടൈം ആകുമോ എന്നുള്ളത് മോൾക്ക് പോകാനുള്ള കാരണം. പക്ഷേ പിന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ അത് നടക്കും എന്നുള്ള ഒരു ഇത് ആണ് തോന്നിയത്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഇതാ ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നു. ഇത്രയാക്കി ഇനിയിപ്പോൾ ഇത് ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ. ആവിയിൽ വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ചിക്കൻ പിടിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ അപ്പോഴേക്കും നമ്മൾ അത് ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വറുത്തരച്ച കറി പോലെ ഉണ്ടാക്കുക ചെയ്യുക. എന്നിട്ട് ഈ വേവിച്ച പിടി അതിൽ ചേർക്കുക ചെയ്യുക. എന്നിട്ട് അപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട്, കുറച്ച് നെയ്യും ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, കോഴിക്കോടൻ സ്റ്റൈൽ. അപ്പോൾ ഇതാ അതിൻ്റെ പച്ചമുളക് ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. തക്കാളി ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി. അതിനങ്ങനെ പേസ്റ്റ് രൂപത്തിലാണ് ആക്കുന്നത് കേട്ടോ. പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് അതിൽ ചേർക്കുന്നത്. പൊടികളായിട്ട് തന്നെ ഇടുന്നില്ല. ഞാനപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്യണത്. ആവശ്യത്തിന് പൊടികൾ എടുക്കുക. എന്നിട്ട് ചിക്കൻ ചേർത്തു. ചിക്കൻ ചേർത്തിട്ട് എന്നിട്ട് തക്കാളി അതിൻ്റെ കൂടെ ഇടണം കേട്ടോ. ആദ്യം വഴറ്റുമ്പോൾ തക്കാളി ഇടുന്നില്ല, ചിക്കൻ്റെ കൂടെ ഇടണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് കുക്കറിൽ 2 വിസിൽ കുക്ക് ചെയ്യാം. പിന്നെ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. തേങ്ങ, പിന്നെ കുറച്ച് ചുവന്നുള്ളി, പെരിഞ്ജീരകം, കരിവേപ്പില ഇതെല്ലാം ചേർത്ത് തേങ്ങ ഒന്ന് വല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മൂപ്പിക്കുന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നുണ്ട്, ഭയങ്കര ബ്രൗൺ ആയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുൾ ബ്രൗൺ, നല്ല ബ്രൗൺ ആക്കാം. എന്നിട്ട് അത് അരയ്ക്കുക. അത് കുക്ക്ഡായി ചിക്കൻ. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങ മിശ്രിതം അതിൽ ചേർക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് കരിവേപ്പിലൊക്കെ ഇട്ട് തൂമിക്കുകയാണ് കേട്ടോ. കറി തൂമിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ കുക്ക് ചെയ്ത പിടി അതിൽ വെക്കുകയാണ്. അത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ പിടി ഇട്ട് കഴിഞ്ഞിട്ടാണ് തൂമിച്ച് ഇട്ടത്, ഉള്ളി തൂമിച്ചിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നേ അതിൽ പിടി ഇടുന്നതിൻ്റെ മുന്നേ തന്നെ തൂമിച്ചിട്ട് ഉള്ളി കരിവേപ്പിലൊക്കെ ഇട്ട് തൂമിച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ ഇത്. ഞാൻ സ്റ്റീലിൻ്റെ ഇതുകൊണ്ടാണ് ഇളക്കുന്നത് കേട്ടോ, കയ്യിലോട്ട്. പക്ഷേ അത് നിങ്ങൾ മറ്റേ വുഡൻ്റെ, പിന്നീട് ഞാൻ വുഡിൻ്റെ കയ്യിലെടുത്തു. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിച്ചാൽ മതി, എനിക്കത് ഉടഞ്ഞു പോകും. അപ്പോൾ അതാണ് നമ്മുടെ ഇറച്ചിയും പിടിയൊക്കെ തിളച്ച് സെറ്റായി. ഇത് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതാ പിന്നെ ഉള്ളിയും ചുവന്നുള്ളി തുറിച്ച് ചേർത്തു. ഓക്കെ. അപ്പോൾ അത് വളരെ ടേസ്റ്റ്. ഇത് ഞങ്ങളുടെ സ്റ്റൈലാണ് കേട്ടോ, ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റൈലാണ്, തൃശ്ശൂർ സ്റ്റൈലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സ്റ്റൈലാണ്. ഓരോരുത്തരും ഒരേ ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനത്തെ ഇത് സ്റ്റൈലിലാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത്, ഏതാണ് അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മൈ ചാനൽ. താങ്ക് യു.